ജിതുപത്മം. ഇന്ന് ജിതുപത്മത്തിലെ ജിതുവിൻ്റെ പപ്പയുടെ ജന്മദിനമാണ്. മോൻ പോയതിന് ശേഷം ഞങ്ങളിതൊന്നും ആഘോഷിക്കാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എത്ര പെട്ടെന്ന് മോൻ ഞങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായത്. അപ്പോൾ പുള്ളിയുടെ ആഗ്രഹം പ്രകാരം എന്നാൽ പുള്ളിക്ക് ആ ജന്മദിനം ഒന്ന് ആഘോഷിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചേ. രാവിലെ പുള്ളി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. അടുത്തുള്ള ആറന്മുള ക്ഷേത്രത്തിൽ പോയി തൊഴുതു, വഴിപാട് കഴിച്ചു. തിരിച്ച് വന്ന് ചെറിയൊരു സദ്യ ഒരുക്കാനുള്ള സാധനം കൊണ്ടാണ് വന്നത്. ഞാൻ അതുകൊണ്ട് ചെറിയൊരു സാമ്പാറും പരിപ്പും പപ്പടവും അവിയലും എൻ്റെ മോൻ ഇഷ്ടപ്പെട്ട കൂട്ടാൻ സ്റ്റൂ, ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയിലെ തേങ്ങാപ്പാൽ ചേർത്ത സ്റ്റൂ, അത് മോന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എല്ലാം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഇച്ചിരി പായസം ഉണ്ടാക്കിയേ. അതും ഈ ഗോതമ്പ് നുറുക്ക്, അത് തൃശ്ശൂർ നാട്ടിലുണ്ടാക്കുന്ന ഗോതമ്പ് നുറുക്ക് കൊണ്ടുള്ള പായസം. എൻ്റെ ഭർത്താവ് തൃശ്ശൂർക്കാരനാണ്. അപ്പം തൃശ്ശൂർക്കാരുടെ ആ ഇഞ്ചമ്പുളിയും അവിടുത്തെ പായസവും എല്ലാം കൂടി ചെറിയൊരു വിഭവം ഒരുക്കി ഞാൻ പുള്ളിക്കാരന് വിളമ്പിക്കൊടുത്തേ. അതാണ് ഇന്നത്തെ വിശേഷം. വിളക്കുവയ്ക്കും വിണ്ണിൽ തൂവിയ സിന്ദൂരം, കനകനിലാവിൽ ചാലിച്ചെഴുതി നിൻ ചിത്രം. വിളക്കുവയ്ക്കും വിണ്ണിൽ തൂവിയ സിന്ദൂരം, കനകനിലാവിൽ ചാലിച്ചെഴുതി നിൻ ചിത്രം. ഒരു മലരം വെളിമുട്ടൊളിയാൽ നിൻ കവിളിൽ കളമെഴുതി മണിമുകിൽ തന്നൊരു കരിമ. കറികളെല്ലാം നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എല്ലാം കൂട്ടി പോലും ഇല്ല. ഞാൻ ടേസ്റ്റ് നോക്കി. സ്റ്റൂ, ഇഞ്ചിക്കറി, അച്ചാറ്, തോരൻ, അവിയൽ എല്ലാം കൊള്ളാം. സാമ്പാർ നന്നായിട്ടുണ്ട്. നിന്റെ കൈപ്പുണ്യം ഭാഗ്യം. എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എൻ്റെ മരുമോളുടെ കൈ കൊണ്ട് വിളമ്പി കഴിക്കാൻ എല്ലാത്തിനും ഒരു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങൾ തെറ്റുകുറ്റങ്ങളൊക്കെ കണ്ട് ക്ഷമിക്കണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നാളെ ഇതേ നേരത്തെ ഇതേ സമയത്ത് ഞാൻ വരുന്നതാണ്. എന്നെ സഹായിക്കണം കേട്ടോ.